Good morning, students. Today our class is about enzymes used in DNA technology. DNA ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈംസിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ in our DNA technology or genetic engineering, we use different types of enzymes mainly for cutting and joining. നമ്മൾ കട്ട് ചെയ്യാനും മെയിനായിട്ട് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് എൻസൈമാണ് മെയിൻലി യൂസ് ചെയ്യാറ്, കട്ട് ചെയ്യാനും ജോയിൻ ചെയ്യാനും. പിന്നെ വേറെ കുറേ എൻസൈംസ് ഉണ്ട്. ദർ ആർ മെനി എൻസൈംസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ ഒത്തിരി എൻസൈംസും ടൂൾസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മെയിൻലി ടൂൾസ് എന്ന് പറയുന്നത് എൻസൈംസ് ഫോർ പാസഞ്ചർ DNA, പിന്നെ തേർഡ് വെക്റ്റർ DNA. ഈ 3 ടൂൾസാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എൻസൈംസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദർ ആർ മെയിൻലി 2 ടൈപ്പ് ഓഫ് എൻസൈം ഫോർ കട്ടിങ് ആൻഡ് ജോയിനിങ്. കട്ടിങ് എൻസൈംസിന് നമ്മൾ കോമൺലി നോൺ ആസ് മോളിക്കുലർ സിസേഴ്സ്. ജോയിനിങ് എൻസൈംസ് നമ്മൾ കോമൺലി നോൺ ആസ് എന്താ പറയുക മോളിക്കുലർ ഗ്ലൂസ് എന്ന് പറയും. ഇനി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരിക്കും കട്ടിങ് എൻസൈംസ്? ടു കട്ട് DNA ഓർ RNA. RNAനോ DNAനോ നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻസൈംസ്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്ന് പറഞ്ഞ എൻസൈംസ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തിനായിരിക്കും ലിഗേസസ് എന്ന് യൂസ് ചെയ്യുന്നത്? അതായത് ജോയിനിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത DNAയോ RNAയോ ഫ്രാഗ്മെൻസിനെ നമ്മൾ ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത DNA ആയിട്ട് നമുക്ക് ഏതിനെയാണോ ജോയിൻ ചെയ്യേണ്ടത് അവരെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈംസിനെ നമ്മൾ DNA ലിഗേസസ് എന്ന് പറയും. അവർ നമ്മൾ പറയുന്നത് മോളിക്കുലർ ഗ്ലൂസ്. ഇനി നമുക്ക് മെയിനായിട്ട് 9 എൻസൈംസിനെ പറ്റിയാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എൻസൈംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈമാണ് കേട്ടോ. ഇറ്റ് ഈസ് ഫസ്റ്റ് ഐസൊലേറ്റഡ് ബൈ ഹാമിൽട്ടൺ സ്മിത്ത് എന്ന സയൻറ്റിസ്റ്റാണ് ഫസ്റ്റ് ഇത് ഐസൊലേറ്റ് ചെയ്തത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എൻസൈം. ഇറ്റ് കൺസിസ്റ്റ് ഓൺലി സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമാണ് ഇതിനുണ്ടായിരിക്കുക. ഇറ്റ് ഡസ് നോട്ട് ATP or no ATP. ഇത് ATP യൂസ് ചെയ്യുന്നില്ല കട്ടിങ്ങിന് വേണ്ടിയിട്ട്. And it have a separate activity for cleaving and methylation of DNA molecule. ഒരു DNA മോളിക്യൂളിൻ്റെ ക്ലീവിങ്ങിനും മീഥൈലേഷനും ഇതിന് സെപ്പറേറ്റ് ആക്ടിവിറ്റിയാണ് ഇത് കാണിക്കുന്നത്. It is most stable enzyme and magnesium ion is used as cofactor ആയിട്ട് magnesium ion ആണ് യൂസ് ചെയ്യുന്നത്. ഇനി it is highly used in gene manipulation ടെക്നിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇനി നമ്മൾ 2 കട്ടാണ് ഉണ്ടാക്കുക. അതായത് ഇറ്റ് മേക്ക് ഓൺലി വിത്ത് ദ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസ് 2 സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്ക്. 2 സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്കാണ് ഉണ്ടാക്കുക. പിന്നെ ഇതൊരു സ്പെസിഫിക് പാലൻഡ്രോമിക് സീക്വൻസിൽ മാത്രമാണ് കട്ട് ചെയ്യുക. പാലൻഡ്രോമിക് സീക്വൻസ് എന്താണെന്ന് അറിയാലോ. നമ്മൾ ഫോർവേഡും ബാക്ക്വേഡും വായിച്ചാലും സിമിലർ ആയിട്ടുള്ള സീക്വൻസിനെയാണ് നമ്മൾ പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞത്. ഇറ്റ് യൂഷ്വലി കട്ട് ബിറ്റ്വീൻ ഗ്വാനൈൻ ആൻഡ് അഡിനീൻ്റെയും ഗ്വാനൈൻ്റെയും ബിറ്റ്വീൻ ആയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഈക്കോ R1 അതുപോലെ തന്നെ ഹിൻഡ് 3 ആണ് ടൈപ്പ് 3 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എൻസൈമാണ് DNA ലീക്കേസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു? ഒരു മോളിക്കുലർ സിസറിന് എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ. ഇനി ഇപ്പോൾ പറഞ്ഞത് മോളിക്കുലർ ഗ്ലൂ, അതായത് ജോയിനിങ് എൻസൈം. ആദ്യം പറഞ്ഞത് കട്ടിങ് എൻസൈമാണ്. അപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ ഇറ്റ് സീൽ സിംഗിൾ സ്ട്രാൻഡ് മിക്സിംഗ് DNA ഹാവിങ് 5-3- OH ടെർമിനൽ. അതായത് ഇത് 5-3- OH ടെർമിനൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗത്തിന് സീൽ ചെയ്യാൻ, അതായത് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ്. ഫസ്റ്റ് ഫൗണ്ട് ബൈ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റഡ് ബൈ മേർസ് ആൻഡ് ഡേവിഡ്സ് ഇൻ 1972. There are 2 types of DNA ligase are present: E. coli DNA ligase and T4 DNA ligase. So in the case of E. coli DNA ligase, NADPS used as a cofactor for joining, and it join the cohesive end of DNA fragment. cohesive എന്തിനെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് T4 DNA ligase? ഇറ്റ് യൂസ് ഓൺലി ATPase cofactor for ജോയിനിങ്ങിനോടെ ATP ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലണ്ട് എൻഡിൻസിനെ ജോയിൻ ചെയ്യാനാണ് യൂസ് ടു ജോയിൻ ബ്ലണ്ട് എൻഡ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്. DNA ligase 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം എന്താണ് NADPase കൊഫാക്ടറായി യൂസ് ചെയ്യുന്നു, ഒരെണ്ണം ATP കൊഫാക്ടറായി യൂസ് ചെയ്യുന്നു. അതിൽ കൊഹസീവ് എൻഡിന് ഒരെണ്ണം ജോയിൻ ചെയ്യിക്കണമെങ്കിൽ മറ്റേത്
എന്താണ് ബ്ലണ്ട് എൻഡിനെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇത്രയാണ് DNA ലിഗേസ്. ഇനി അടുത്തതാണ് തേർഡ് എൻസൈമാണ് S1 ന്യൂക്ലിയസ്. S1 ന്യൂക്ലിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ സ്റ്റാൻഡ് DNA ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് DNA ഉള്ള സിംഗിൾ സ്റ്റാൻഡ് പ്രോട്ടോഷനെ ഡീഗ്രേഡ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന എൻസൈമാണ്. ദിസ് എൻസൈം കൺവേർട്ട് കൊഹസീവ് എൻഡ് ടു ബ്ലണ്ട് എൻഡ്. കൊഹസീവ് എൻഡിനെ ബ്ലണ്ട് എൻഡാക്കി കൺവേർട്ട് ചെയ്യാനും ഈ എൻസൈംസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ യൂഷ്വലി നമ്മളപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള എൻസിനെ റിമൂവ് ചെയ്യാനും ഈ എൻസൈം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്ത് എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. എന്താണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്മിഡ്സിൽ നമ്മൾ ഫോറിൻ DNA ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി കട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീസർക്കുലറൈസേഷൻ ചെയ്ത് ജോയിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. അതായത് പ്ലാസ്മിഡ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞ് അത് തെറ്റായ രീതിയിൽ എന്ത് ചെയ്യും ബൈൻഡ് ചെയ്യാണ്ട് അതിനെ റിമൂവ് ചെയ്ത് അത് അങ്ങനെ ഇല്ലാണ്ട് ഫോറിൻ DNA ആയിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള എൻസൈമാണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ഇനി അതിന് ഇതെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റഡ് പ്ലാസ്മിഡ് ട്രീറ്റഡ് വിത്ത് എൻസൈമാണ്. അത് 5' ടെർം ഫോസ്ഫോറിൽ ഗ്രൂപ്പിലുള്ള ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5' എൻഡ് ഓഫ് ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ് കോവാലൻ്റ്ലി ജോയിൻ ചെയ്തിട്ട് 3' എൻഡ് ഓഫ് പ്ലാസ്മിഡായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്നുള്ള എൻസൈം. ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്നുള്ള എൻസൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു പേര് പറഞ്ഞു വെച്ചാൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രാൻസ്ഫറേസ്, ഓൾസോ നോൺ ആസ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രാൻസ്ഫറേസ്. ഇറ്റ് ഈസ് യൂഷ്വലി ഐസൊലേറ്റഡ് ആൻഡ് പ്യൂരിഫൈഡ് ഫ്രം കാഫ് തൈമസ്. കാഫ് തൈമസിനാണ് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തതും പ്യൂരിഫൈ ചെയ്തതും. ഇനി എന്താ പ്രോപ്പർട്ടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയുടെ 3' എൻഡിൽ ഒലിഗോ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് എക്സ്റ്റെൻഡ് ഹോമോ പോളിമർ ടെയിലിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എൻസൈമാണ് DNA പോളിമറേസ്. നമുക്കറിയാം DNA പോളിമറേസ് എന്ന് വെച്ചാൽ DNA സിന്തസിന് യൂസ് ചെയ്യുന്ന എൻസൈമാണ് അല്ലേ. അതാണ് പറഞ്ഞത് പോളിമറൈസസ് DNA സിന്തസിസ് ഓൺ DNA ടെംപ്ലേറ്റ്. അത് എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി? 5' to 3'ഉം 3' to 5' എക്സോ ന്യൂക്ലിയോടൈഡിക് ഡിഗ്രഡേഷൻ ഓഫ് DNA ആണ്. ഫസ്റ്റ് ആരും അത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എ കോൺബർഗ് ആൻഡ് കോവർക്കേഴ്സാണ് ഇൻ ഈക്വൽ 1956. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് ഇപ്പം അറിയുന്നതിന് DNA പോളിമറേസ് 1 എന്നാണ്. രണ്ട് ടൈപ്പ് വേറെ ഉണ്ട് കേട്ടോ. അതാണ് DNA പോളിമറേസ് 2ഉം DNA പോളിമറേസ് 3ഉം. ഇതിനും സെയിം കാറ്റലൈറ്റിക് ആക്ടിവിറ്റി തന്നെയാണ് ഉള്ളത്. ഇനി അടുത്ത എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം എവിടെയാണ് കേട്ടിട്ടുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള പ്രോസസ്സിൽ കേട്ടിട്ടുണ്ട് അല്ലേ. അതെന്തായിരുന്നു? RNAയിൽ നിന്ന് DNA ഉണ്ടാകുന്ന പ്രോസസ്സ് അല്ലേ. അതന്നെയാണ്. അതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സിന്തസൈസ് കോപ്പി DNA ഓർ കോംപ്ലിമെൻ്ററി DNA ബൈ യൂസിങ് mRNA ടെംപ്ലേറ്റ്. നമ്മളിത് മെയിനായിട്ട് എന്തിനായിരിക്കും യൂസ് ചെയ്യുക? cDNA ലൈബ്രറി ക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. പിന്നെ നമ്മളിത് റിട്രോ വൈറസസിലും കാണുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എൻസൈമാണ് എക്സോ ന്യൂക്ലിയസ് 3. എക്സോ ന്യൂക്ലിയസ് 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ എൻസൈം റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം 3' OH എൻഡ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഡബിൾ സ്റ്റാൻഡേർഡ് DNAയുടെ 3' OH എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം. മെയിനായിട്ട് ജീൻ മാനിപ്പുലേഷനിലാണ് യൂസ് ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3' എൻ മോഡിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ലാംഡ എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ലാസ്റ്റ് എൻസൈമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് 5' OH എൻഡിൽ അതിൽ ന്യൂക്ലിയോടൈഡ് റിമൂവ് ചെയ്യാനുള്ളതാണ്. പിന്നെ ജീൻ മാനിപ്പുലേഷനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മുന്ന് പറഞ്ഞ പോലെ തന്നെ 5' എൻഡിലെ മോഡിഫിക്കേഷനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 9 എൻസൈംസ് ആണ് പഠിക്കാനുള്ളത്. ഇതിലത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് which enzyme is used as molecular glues? അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഒരു ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു.